തീർത്തും അശാസ്ത്രീയവും അന്യായവുമായ വിഭജന പ്രക്രിയ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെ ആദ്യം കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പാക്കുന്ന രീതിയെയാണ് പ്രധാനമായും UDF ഇവിടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇത് കേവലം എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ തന്നെ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായ കായംകുളം മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ ഏതാണ്ട് 1,04,000-ലധികം ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്ത് കൊളവണ്ണ, എന്റെ കൂടി ഗ്രാമപഞ്ചായത്താണ്, ഉൾപ്പെടെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയെല്ലാം അവിടുത്തെ സെക്രട്ടറിമാരെ ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കി നൽകിയ മാപ്പ്, ആ മാപ്പിലൂടെ പഞ്ചായത്തിന്റെ യഥാർത്ഥ ഭൂമിശാസ്ത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ പാലിക്കാതെ രാഷ്ട്രീയമായി എങ്ങനെ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന തരത്തിൽ പല ഉദ്യോഗസ്ഥന്മാരെയും സ്ഥലം മാറ്റിയും പല പഞ്ചായത്ത് സെക്രട്ടറിമാരെയും നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചും തങ്ങൾക്കിഷ്ടമുള്ള തങ്ങളുടെ ആജ്ഞാനുവർത്തികളായ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ചുമതല അത്തരം ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു കൊടുത്തും ഒക്കെയാണ് കേരളത്തിൽ ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി CPM വളരെ കാലേ കൂട്ടി പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറത്തു വന്നു. ആ കരട് വിജ്ഞാപനത്തിന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കാനും അത് സംബന്ധിച്ച തിരുത്തൽ പ്രക്രിയ നടത്തുന്നതിനും അവസരമുണ്ട്. അതിന് സമയം അനുവദിക്കാൻ പോവുകയാണ്. അശാസ്ത്രീയമായും മാനദണ്ഡങ്ങൾ ലംഘിച്ചും ഡീലിമിറ്റേഷൻ പ്രക്രിയ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും അതോടൊപ്പം തന്നെ ഈ കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ധർണാ സമരങ്ങൾ സംഘടിപ്പിച്ചു പോരുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം കോടതിയുടെ ഒരു ഉത്തരവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കോടതി പറഞ്ഞു, ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, പ്രധാനമായും മുനിസിപ്പാലിറ്റികൾ, കാസർഗോഡ് ജില്ലയിലെ പടന്ന ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഒടുവിൽ ആ കേസ് പരിഗണിച്ച ഹൈക്കോടതി പറഞ്ഞത്, ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഫറോക്ക് ഉൾപ്പെടെ പയ്യോളി ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾ അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ ഡീലിമിറ്റേഷൻ പ്രക്രിയ അശാസ്ത്രീയമാണ് എന്ന്, അതൊരിക്കലും ആവശ്യമില്ല എന്ന് കോടതി കണ്ടെത്തുകയും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പുനർവിഭജന പ്രക്രിയ തടയുകയും പുറത്തു ചെയ്യുകയും ചെയ്തത് നിങ്ങൾ ഇത്തരം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ തിരിച്ചടി, രാഷ്ട്രീയ പ്രേരിതമായി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനു വേണ്ടി വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ വാർഡുകളാക്കി വിഭജിക്കുക എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചു പോരുന്നത്.
എന്താണ് ഡീലിമിറ്റേഷന്റെ മാനദണ്ഡം? പ്രധാനമായും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243C പറയുന്നത് ഒരു സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ജനസംഖ്യ പ്രായോഗികമായി തുല്യമായിരിക്കണം എന്നാണ്. എന്താ പ്രായോഗികമായി തുല്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ ആകെയുള്ള ജനസംഖ്യയെ അവിടുത്തെ വാർഡ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അവിടുത്തെ വാർഡിലെ ശരാശരി ജനസംഖ്യ. ഇത്തവണ വീടുകളുടെ എണ്ണമാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീടുകളുടെ എണ്ണം അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം ഒരു ഗ്രാമപഞ്ചായത്തിൽ നികുതി അടച്ചു പോരുന്ന ആകെ വീടുകളുടെ എണ്ണത്തെ അവിടുത്തെ വാർഡുകളുമായി ഹരിച്ചാൽ ഒരു വാർഡിൽ എത്ര വീട് വേണം എന്ന തരത്തിലുള്ള കണക്ക് കിട്ടും. അതിൽ നിന്ന് 10% അധികമോ 10% കുറവോ വരെ വാർഡ് പുനഃക്രമീകരിക്കുന്ന സമയത്ത് ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. എന്തിനാണത്? ഈ പറയുന്ന ശരാശരിയിൽ നിന്ന് ഒരു വാർഡ് എത്തുന്നതിന് എന്തെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടെങ്കിൽ അതിന് ഭൂമിശാസ്ത്രപരമായ ഒരു അതിര് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അവിടെ 10% പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അതിര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അതിര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാ. അതല്ലെങ്കിൽ ഒരു പ്രദേശം കൃത്യമായി മുറിച്ചു വരുമ്പോൾ അവിടെ കുറച്ച് വീടുകളുടെ എണ്ണം കുറവാണ് എന്ന് വരുമ്പോൾ അതും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ആ സൗകര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് UDF അനുകൂലമായ വാർഡുകൾ LDFന്റെ ഭാഗത്തുള്ള കുറെ വോട്ടുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ 10% എന്ന് പറയുന്ന മാക്സിമം ലിമിറ്റിലേക്ക് ആ വാർഡുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണ്. CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിലെ വാർഡുകളിൽ ചെറിയ ചെറിയ വാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വാർഡുകളുടെ എണ്ണം കൂട്ടുകയാണ്. അത്തരത്തിൽ ഒരു ലോക്കൽ ബോഡിയുടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് ആവശ്യമായ തരത്തിൽ അവർക്ക് അനുകൂലമായ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ അറിവ് ശരിയാണെങ്കിൽ 13 വാർഡുകൾ മാത്രമാണ്. അതിൽ കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്താണ് കായണ്ണ. ആ 13 വാർഡുകളിൽ ഇപ്പോൾ വേണ്ട മാനദണ്ഡം ഒരു വാർഡ് കൂടി കൂട്ടിച്ചേർക്കാം. ഏറ്റവും കൂടുതൽ വാർഡുകൾ ഉണ്ടായിരുന്നത് 23 വാർഡുകളാണ്. അവിടെയും ഒരു വാർഡ് കൂട്ടിച്ചേർക്കാം. അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 24, ബോട്ടം ലിമിറ്റ് എന്ന് പറയുന്നത് 14. ആ രീതിയിൽ പുനഃക്രമീകരിച്ചുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം കടലാസിൽ നിൽക്കുകയാണ്. ആ കടലാസിൽ നിൽക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാഷ്ട്രീയ പ്രേരിതമായി ഈ മാപ്പ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തങ്ങൾക്ക് അനുകൂലമായി മാത്രം പ്രവർത്തിക്കുന്നവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വാർഡ് വിഭജന പ്രക്രിയയുമായി കടന്നു പോകുന്നത്. ഇനിയിപ്പോ കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് കമ്മീഷന് സമർപ്പിക്കേണ്ടത്. ഈ വരുന്ന 26-ാം തീയതിയാണ് അതിന്റെ ദിവസമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ജില്ലാ കളക്ടർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഓരോ പഞ്ചായത്തിനും ചുമതല കൊടുത്തുകൊണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അതിന്റെ അപാകതകൾ പരിശോധിക്കുന്നതിനും അവരുടെ മുമ്പാകെ സമർപ്പിക്കുന്നതിനും അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ അതിൽ കറക്ഷൻ വരുത്തണമെങ്കിൽ, കൃത്യത വരുത്തണമെങ്കിലൊക്കെ കളക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനെയാണ് ചുമതലപ്പെടുത്തിയത് എന്ന് എനിക്കറിയില്ല. എങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാ ചുമതലപ്പെടുത്തിയത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാ? CPMന്റെ സർവീസ് സംഘടനയായ NGO യൂണിയന്റെ കൊട്ടിപ്പിടിച്ച് നടക്കുന്ന നേതാക്കൾ, പ്രത്യക്ഷമായി സംഘടനാ പ്രവർത്തനത്തിൽ വരുന്ന ശമ്പളം വാങ്ങിക്കൊണ്ട് CPMന്റെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് കളക്ടർ ഡെപ്യൂട്ട് ചെയ്തത്, കളക്ടർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീതി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ?
എന്തെങ്കിലും തരത്തിൽ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാവുന്ന തരത്തിലാണ് CPM-ന്റെ ചൊൽക്കൂട്ട് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇത്തരത്തിൽ പരിശോധിക്കുന്നതിനു വേണ്ടി കളക്ടറുടെ മാർഗനിർദ്ദേശപ്രകാരം നിയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഡീലിമിറ്റേഷൻ പ്രക്രിയ അവസാനിപ്പിച്ചതിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. ഇനിയും കേസുകളുണ്ട്. എന്റെ പഞ്ചായത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. UDF കമ്മിറ്റി എന്താ കേസിൽ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, 1,04,000-ലധികം വരുന്ന ജനസംഖ്യയുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് യഥാർത്ഥത്തിൽ 4 പഞ്ചായത്തായി വിഭജിക്കേണ്ടതാണ്. എന്നാൽ അത് വിഭജിച്ചാൽ അതിലെ 1 or 2 പഞ്ചായത്തുകൾ UDF-ന്റെ നേതൃത്വത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പഞ്ചായത്തിന്റെ വികസനത്തെ തടഞ്ഞുകൊണ്ട് അതിന്റെ വിഭജന പ്രക്രിയ വിഭജനം നടത്താൻ തയ്യാറല്ല എന്ന നിലപാടുമായി CPM മുന്നോട്ട് പോവുകയാണ്. എന്താ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട്? സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, പഞ്ചായത്ത് പുതിയതായി രൂപീകരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഇവിടെ വിഷം വാങ്ങാൻ പോലും പണമില്ല എന്നാണ് പിണറായി വിജയന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ വിഷം വാങ്ങാൻ പോലും പണമില്ലാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു.